കഴിഞ്ഞ ഒരാഴ്ചയിലെ സെഷൻസിൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടായി. ബിസിനസ്സുകാരുടെ സെഷൻ എടുക്കുമ്പോൾ അവർ പറയുന്നു അവർ സ്വന്തം മക്കളെ ബിസിനസ്സുകാരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അധ്യാപകരിൽ പലരും പറയുന്നു അവർ സ്വന്തം മക്കളെ അധ്യാപകരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ അതിനേക്കാൾ കൂടുതൽ ഞെട്ടിച്ചത് മറ്റൊന്നായിരുന്നു. ഡോക്ടർമാർ പറയുന്നു സ്വന്തം മക്കളെ ഞങ്ങൾ ഡോക്ടർമാരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള, ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നമ്മൾ കാണുന്ന ഒരു ജോലിയാണ് ഡോക്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതൊരു ചെറിയ കുട്ടിയോട് ചോദിച്ചാലും ആ കുട്ടി പറയും എൻ്റെ ആഗ്രഹം ഡോക്ടർ ആവുക എന്നുള്ളതാണ്. ആദ്യം വരുന്ന ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ ആഗ്രഹം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രൊഫഷനിലെല്ലാം ജോലി ചെയ്യുന്നവർ അവരുടെ മക്കളെ അങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തത്? ഒരു വലിയ ചോദ്യമാണ്. അത്രമാത്രം പിരിമുറുക്കം ഇവരെല്ലാം അനുഭവിക്കുന്നുണ്ടോ? സത്യത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ് സത്യം. അധ്യാപകർക്ക് പലപ്പോഴും കുട്ടികളോട് പലതും പറയാൻ പേടിയായി തുടങ്ങി. പല സമയത്തും അത് കേസുകളായും ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതെല്ലാം അവർക്ക് പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു അധ്യാപകൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കുകയാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. ഡോക്ടർമാർ പറയുന്നു ഞങ്ങൾക്ക് സ്വതന്ത്രമായി ചികിത്സിക്കാൻ പറ്റുന്നില്ല, പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ പേടിയാണ്. കാരണം എവിടെയാണ് പിഴവ് പറ്റുന്നത്? പിഴവ് സ്വന്തം പ്രശ്നം കൊണ്ടാവില്ല, പിഴവായിരിക്കില്ല ചിലപ്പോൾ അത് ആ സമയത്തുണ്ടാവുന്ന ചില ശാരീരികമായ അല്ലെങ്കിൽ ആ രോഗിയുടെ ഒരു അവസ്ഥയാവാൻ ചിലപ്പോൾ അത് നമുക്കറിയില്ല. പക്ഷെ അവിടെയെല്ലാം ഇവരൊക്കെ പ്രതിക്കൂട്ടിലാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നിയമത്തെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചെല്ലാം സാധാരണ ജനങ്ങൾ ബോധവാന്മാരാവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിനെ എവിടെ ഉപയോഗിക്കണം, എവിടെയാണ് ഉപയോഗിക്കരുതാത്തത്, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. ചില സമയത്ത് വിവേകം ഉപയോഗിക്കേണ്ടതായി വരുമ്പോൾ. കാരണം ഡോക്ടർമാരൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്കത് സ്വതന്ത്രമായി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അവരുടെ ചിന്തകളെ മറ്റെന്തെങ്കിലുമൊക്കെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ജീവനെ അപകടത്തിലാക്കും. സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരേണ്ട സമയമായി. തീർച്ചയായും നമ്മൾ ചിന്തിക്കണം, ഇത് തന്നെയാണോ ഈ പുറത്തേക്കുള്ള കുത്തൊഴുക്കിന് കാരണം? കുട്ടികളെല്ലാം പുറത്തേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് നല്ല ബ്രെയിനുകൾ, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട നല്ല ബ്രെയിനുകൾ പുറത്തേക്ക് പോവുകയാണ്. അവർ അവിടെ ചെന്ന് ആ ബ്രെയിൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവർ ചെയ്യുന്ന ജോലികൾ, അവർ പഠിച്ച വിഷയത്തിലാണോ, ഇതൊന്നും അറിയില്ല. പക്ഷെ അവർ ഇവിടെയില്ല, നമ്മുടെ നാട്ടിലില്ല. അതിന്റെ കാരണം ഇത് തന്നെയാണോ? ഈ പിരിമുറക്കവും കാര്യങ്ങളും ഒക്കെയാണോ? സിസ്റ്റത്തിൽ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? അതിന് തീർച്ചയായിട്ടും ഭരണകർത്താക്കളും ജനങ്ങളും വിദഗ്ധരും എല്ലാം ഒന്നിച്ച് വിചാരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ആ ഒരു മാറ്റം നമുക്ക് ആവശ്യമല്ലേ? ചിന്തിച്ചു നോക്കുക, അത്രയേ ഞാൻ പറയുന്നുള്ളൂ.